ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു മധ്യാഹ്ന സമയത്ത് പള്ളിയിലോട്ട് കടന്നു ചെല്ലവേ ആ സമയത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് കിടന്ന ഒരാൾ പൊട്ടിക്കരയാ. അത് മറ്റാരുമല്ല സയ്യിദുനാ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം അദ്ദേഹം കിടന്ന് പൊട്ടിക്കരയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയുടെ ചാരത്ത് കിടന്ന് ഒരു സഹാബി അതാ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചാരത്ത് കിടന്ന് പൊട്ടിക്കരയാ. ആ സമയത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് മധ്യാഹ്ന സമയത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലോട്ട് കയറവേ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്ന കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കാൽപരിമാറ്റം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ തൊട്ട് പുറകിലുണ്ട് ലോകത്തിന്റെ തിരുദൂതരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ മോനെ, എന്തു പറ്റി ഇവിടെ നിന്ന് കരയുന്നത് എന്തിനാ? ആ സമയത്താണ് സഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, വല്ലാത്ത കടബാധ്യതയാണ് നബിയെ, വല്ലാത്ത രോഗങ്ങളാണ് നബിയെ, വീട്ടിലെല്ലാവർക്കും മാറാരോഗങ്ങൾ പിടിപെട്ടിരിക്കുക നബിയെ, കട കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അള്ളാഹിനോടല്ലാതെ ആരോട് പറയാനാണ് നബിയെ, അള്ളാഹിനോട് പറയാൻ ഞാൻ പള്ളിയിൽ വന്നതാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി നീ വിഷമിക്കണ്ട, സഹാബി നീ വിഷമിക്കണ്ട, അബൂ ഉമാമ നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം പതിവായി നീ പറഞ്ഞുകൊള്ളുക, നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും സഹാബി. ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ വിനീതനായി ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരേണ്ടതിനപ്പുറമായി പെങ്ങളെ എന്റെ ജീവിതത്തിലും മറക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിൻ അജ്സി വൽ കസൽ വനഊദു ബിക മിൻ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹ്ലി റിജാൽ എന്ന ദിക്ർ പരമെന്ന ദിക്ർ ചൊല്ലിക്കൊള്ളുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിൻ അജ്സി വൽ കസൽ വനഊദു ബിക മിൻ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹ്ലി റിജാൽ. പിന്നീട് സഹാബി കഥ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ആ ദിക്ർ പഠിപ്പിച്ച അന്ന് മുതൽ ഞാൻ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഈ ദുആ പറയാൻ തുടങ്ങി. 6 മാസത്തിന്റെ ഇടയിൽ എന്റെ സർവ്വ കടങ്ങളും മാറി, എന്റെ രോഗങ്ങൾ ശിഫയായെന്ന് ബഹുമാനപ്പെട്ട അസ്ഹാബു നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ദുഃഖങ്ങളും പടച്ചറപ്പിനോട് പറയുക. അവനല്ലയോ കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാല് ചെലുത്തുന്ന, കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാല് ചെലുത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച അല്ലാഹ്. പാരാവാരം പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ മുകളിൽ ഒരു വടി കൊണ്ട് ചെങ്കടലിൽ ഉറഞ്ഞു മാറ്റിയ എന്റെ അല്ലാഹ് കിട്ടാന്ന് ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാല് ചെലുത്തുന്ന ഒട്ടക സൃഷ്ടിച്ച അല്ലാഹ്. ആകാശത്ത് പുഞ്ചിരിപാപിക്കുന്ന ചന്ദ്രകോണത്തെ ഒരു വിരൽ കൊണ്ട് പിളർത്തി കൊടുത്ത എന്റെ അല്ലാഹ്. ഈജിപ്തിന്റെ മണാരണ്യത്തിലൂടെ നടന്നു പോകവേ മേഘങ്ങളെ കൊണ്ട് മൂസാ നബിക്ക് തണല് കൊടുത്ത അല്ലാഹ്. ഫഹഖഖതു മയ്യഹ്ശി സിവാകാദി ഫക്കിലിഹി വജിഅതുക മുഅതാദന ഫകൈഫ അളിഉ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇത്ര നാൾ ഞാൻ ചോദിച്ചത് പരമദരിദ്രന്മാരോടാ. പരമദരിദ്രൻ എങ്ങനെയാണ് എന്റെ കടം തീർത്ത് കളയുക? നിന്റെ മുമ്പിൽ ഞാൻ വരികയാണ്, മുഹമ്മദ് ഷമ്മാസ് വരികയാണ്, പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ റബ്ബേ. അതുകൊണ്ട് ഇന്ന് പോയിട്ട് പാതിരാ സമയത്ത് നിന്റെ കൊച്ചുദൂരയുടെ ഉള്ളില് പാതിരാ സമയത്ത് മുസല വിരിച്ചിട്ട് പൊട്ടിച്ചു കരയുക. പേടിച്ചു പാവികൾ കണ്ണുനീരൊലിക്കേണ്ടതാ. റബ്ബിന്റെ കോപമടക്കുവാൻ അത് നല്ലതാ.
പടച്ച റബ്ബിന്റെ വാതിലിൽ മുട്ട് പടച്ച റബ്ബിനോട് പറയാം, അല്ലാഹുവേ നീ തരാതെ ഞാൻ പോവില്ല അല്ലാ. പടച്ച റബ്ബിനോട് പറയണം, അല്ലാഹുവേ. എങ്ങനെ പറയണം? പടച്ച റബ്ബിനോട് പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ കരച്ചിൽ വന്നിട്ടില്ലെങ്കിൽ കരച്ചിൽ വരുന്ന പോലെ നീ അഭിനയിക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കരച്ചിൽ വന്നില്ല, കരയുന്ന പോലെ നീ അഭിനയിക്കണം. അല്ലാഹുവിനോട് ചോദിക്കുമ്പോ കരച്ചിൽ വന്നില്ലെങ്കിൽ കരച്ചിൽ വരുന്ന പോലെ നീ അഭിനയിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മുടെ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങള്, ആരാ ബാഫഖി തങ്ങൾ എന്നറിയാം? ബാഫഖി തങ്ങള് ഖദീജ ബീവിയുടെ കൂടെ ജന്നത്തുൽ മുഅല്ലയിൽ അടക്കണം. മക്കത്ത് ജന്നത്തുൽ മുഅല്ലയിൽ അടക്കപ്പെടാൻ ആ മഹാനവറുടെ പേരില് ഇന്നൊരു സ്ഥാപനമുണ്ട് മലപ്പുറം ജില്ലയിൽ. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ അവരത്രയേറെ സദക്ക ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു അങ്ങനെ ഒരു പദവി കൊടുത്തത്. ഇന്നും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കും. മരിച്ച മണ്ണിടി പോയാലും നമ്മളെ സ്മരിക്കാൻ ഇങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടല്ലോ അല്ലാഹുവേ. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആരാ ഖദീജ ബീവി എന്നറിയോ? അല്ലാഹു ഖദീജ ബീവി എന്ന് കണ്ടിട്ടില്ലേ? എന്നാ പിന്നെ ഇപ്പൊ ആദ്യം അത് പറയണ്ട വരും. ഖദീജ ബീവി ആരാ? ഖദീജ ബീവി ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യ ഭാര്യയാണ്. മുത്ത റസൂൽ 25-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന താങ്ങും തണലുമായി മുത്ത ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ബിബി ഖദീജത്തുൽ കുബ്ര, ബിബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് 25-ാമത്തെ വയസ്സിലും ഖദീജ ബീവിക്ക് 40-ാമത്തെ വയസ്സിലും അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പ്രിയമതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് 25 വയസ്സേ പ്രായമുള്ളൂ. തന്റെ 2 ഭർത്താക്കന്മാരെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആ സമയത്തും മക്കയിൽ ചെറുപ്പക്കാട് മുഴുവനും കൊതിച്ചു പോയ ഒരു വനിതയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര. പക്ഷേ ഖദീജ റളിയല്ലാഹു തആല അൻഹ കല്യാണത്തിന് വിസമ്മതിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് തന്റെ സ്വഭാവങ്ങളെല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ രീതികളെല്ലാം മറന്നുകൊണ്ട് മുത്ത ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഭാര്യ, ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഭാര്യ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. മഹദിയവറുകളെന്നറിയോ? ഇന്ന് മക്കത്ത് പോയാ മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ ജബൽ നൂർ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തമായിട്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് എല്ലാ 3 തരവും ഭക്ഷണവുമായി ജബൽ നൂർ മലയുടെ മുകളിലേക്ക് കയറിയ ഖദീജ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹ. എന്നും ജബലിന്റെ ഓറ് കയറിയ ആളുകൾക്കറിയാം അവിടെ കയറിയതിന്റെ ബുദ്ധിമുട്ട്, അവിടെ കയറിയാനുള്ള കഷ്ടപ്പാട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണവുമായി 3 നേരം ആ മല കയറുമായിരുന്നു. അത്രേ ത്യാഗം ചെയ്ത് ജീവിച്ച ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ എന്ന വീട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ട ആളാ ആ മുത്ത ഹബീബിനെ ഏറ്റവും വലിയ കോടീശ്വരി കല്യാണം കഴിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആളുകളുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആളുകളൊക്കെ ചോദിച്ചു, ഇത്ര വലിയ ഖദീജയ്ക്ക്, മതിയായ കോടീശ്വരിയായ ഖദീജയ്ക്ക് ഈ മുഹമ്മദിനെ മാത്രമേ കിട്ടിയോളൂ എന്ന് ശത്രുക്കൾ കുശുമ്പ് പറയാൻ തുടങ്ങി. ഇത് ആരുടെ കാതിലെത്തി? ആരുടെ കാതിലെത്തി? ഖദീജ ബീവിയുടെ കാതിലെത്തി. ഖദീജ ബീവി വാർത്ത അറിഞ്ഞു.
ഖദീജ ബിനേതു താൻ സമ്പാദിച്ചു വെച്ച പണത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന് വേണ്ടി എല്ലാം കൊടുത്ത ധീര വനിതയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. എന്നിട്ട് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ മക്കയിലെ എല്ലാ ആളുകളെയും പ്രഗൽഭനായ ആളുകളെല്ലാം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒരു യോഗം വിളിച്ചു. ഭക്ഷണം കൊടുത്തിട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വാർത്ത കേട്ടു, ഒരു പാവപ്പെട്ട ആളെ ഞാൻ കല്യാണം കഴിച്ചു. അതിന്റെ പേരിൽ എനിക്ക് പല അഭിപ്രായങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇന്നു മുതൽ നിങ്ങളുടെ ഏറ്റവും വലിയ കോടീശ്വരൻ ഈ മുഹമ്മദ് നബിയാണെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെതിരെ ആളുകളെ ആനന്ദിക്കുമ്പോ തിരിച്ചും മോന്തക്കടി കിട്ടണ പോലെ വർത്താനം പറഞ്ഞ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അന്നു മുതൽ അതിന്റെ ആധാരം അല്ലാഹുവിന്റെ റസൂലിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്നു മുതൽ ഈ സമ്പത്തിന്റെ മുഴുവൻ സ്ഥാനം എനിക്കല്ല, അങ്ങേക്കാണ്. ഇനിയും മക്കയിലെ ഏറ്റവും വലിയ പാവപ്പെട്ട പെൺകുട്ടി, ഏറ്റവും വലിയ മനുഷ്യത്തി ഞാനാണെന്ന് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. ഇങ്ങനെയുള്ള ഖദീജ, ഇങ്ങനെ ജീവിച്ച ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ എത്യോപ്യയിലെ പ്രവാചകൻ താമസിക്കുമ്പോ ഇവിടെ വന്ന അനുയായികൾക്ക് ഭക്ഷണമില്ലാതെ അല്ലാഹുവിന്റെ റസൂല് പച്ചലകൾ മാത്രം തിന്നുകൊണ്ട് വിശപ്പടക്കി കാലഘട്ടത്തിൽ എത്യോപ്യയിൽ പോയ സഹാബികൾക്ക് രഹസ്യമായി ഭക്ഷണം കോരിക്കൊടുത്ത വനിതയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര. ആയിഷ ബീവി പോലും ഖദീജ ബീവിയെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആയിഷ ബീവി പോലും ഖദീജ ബീവിയെ കുറിച്ച് തള്ളു ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമല്ലായിരുന്നു. അതിനൊക്കെ അതൊക്കെ ഒരുപാട് നമുക്ക് പറയാൻ സമയമില്ല. എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ജീവിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹ അവസാനം ദീനിന് വേണ്ടി ഒരുപാട് സദഖ ചെയ്ത വനിതയാണ്. അവസാനം മരിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, റസൂൽ പൊട്ടിക്കരയാണ്. ഇത്രയും കാലം തനിക്ക് താങ്ങും തണലുമായി തന്റെ ജീവിതത്തിൽ വന്ന ഖദീജ ഇപ്പൊ ഇതാ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഭയങ്കര സങ്കടമായി. ഖദീജ ബീവി വിളിച്ചു, നബിയെ ഇവിടെ വരിക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വസിയത്ത് ചെയ്തു, നബിയെ, ഞാൻ മരിച്ചു പോയാൽ അങ്ങിട്ടിരിക്കുന്ന ഈ കമീസ് ഉണ്ടല്ലോ, ഈ കമീസ് വെട്ടച്ച് അങ്ങ് എന്നെ പൊതിയണം നബിയേ, ഈ കമീസ് കൊണ്ട് അങ്ങ് എന്നെ പൊതിയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പിതൃമതിയുടെ ആഗ്രഹത്തിന് മുതിർന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തന്റെ ശരീരത്തിൽ കിടന്ന കമീസ് എടുത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് പൊതിയുകയാണ്. അപ്പോഴാണ് ആകാശലോകത്തു നിന്ന് ദിവ്യമോചനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. എന്താണെന്നറിയോ, ആയിഷ ബി ഖദീജ ബീവി ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാമുമായി അല്ലാഹുവിന്റെ സലാം കൊണ്ട് ജിബ്രീൽ വരും. അന്ന് സലാം അടക്കാൻ ഖദീജയില്ല. കാരണം ഖദീജ എന്നും മരണത്തിന്റെ മുമ്പിലാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലൊരു കിറ്റ്, ഒരു പൊതി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ജിബ്രീലേ ഇത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഖദീജ ബീവിക്ക് പൊതിയാനുള്ള കഫൻ തുണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന്.
അല്ലാഹുവിന്റെ റസൂൽ അതിശയമായി, എന്താണ് ഖദീജ ഇത്രയും വലിയ മഹത്വം എന്തിനാണ് ഇതുകൊണ്ട് ചെയ്തത്, എനിക്കെന്ന് അറിയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു നബിയേ, ഈ ഖദീജ ബീവി ഉണ്ടല്ലോ, ഈ ഖദീജ ബീവി ദീനിന് വേണ്ടി ഒരുപാട് സദഖ ചെയ്ത വനിതയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വകയായി, അല്ലാഹുവിന്റെ വകയായി ഇത് സ്വീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തന്റെ ശരീരത്ത് കിടന്ന കമ്പിളി പുതപ്പെടുത്തു കഫൻ ചെയ്തു. അതിനുശേഷം സ്വർഗത്തിൽ അല്ലാഹു കൊടുത്തയച്ച കഫൻ തുണി കൊണ്ട് മറവ് ചെയ്തു. എന്നിട്ട് ഖബറിലേക്ക് വെക്കുകയാ. എന്റെ പ്രിയമതി പോവുകയാ. ഇന്ന് ജീവിതത്തിൽ എപ്പോഴാണ് കാണുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വെച്ചു. ഖബറിലേക്ക് നോക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ വെച്ചിരുന്ന ഖദീജ ബീവിയുടെ മയ്യത്ത്, ആ ഖദീജ ബീവിയുടെ തല, ആ തല ഖബറിന്റെ ഉള്ളിലേക്ക് ആന്നിരിക്കുന്നില്ല, താഴ്ന്നിരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തല താഴ്ത്തി കൊടുത്തു, വീണ്ടും തല പൊങ്ങി വരും, വീണ്ടും താഴ്ത്തി കൊടുത്തു, വീണ്ടും പൊങ്ങി വരും, വീണ്ടും താഴ്ത്തി കൊടുത്തു, വീണ്ടും പൊങ്ങി വന്നു. എന്താണെന്നറിയാതെ അല്ലാഹുവിന്റെ റസൂൽ പരിഭ്രാന്തിപ്പെട്ടിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് നോക്കണ്ട, അങ്ങ് 1000 തവണ ഇതുപോലെ ഇട്ട് കാണിച്ചാലും ഖദീജ ബീവിയുടെ മയ്യത്ത് തല മണ്ണിലേക്ക് താഴ്ത്തി വെക്കാൻ നിങ്ങൾക്ക് ഓർഡർ ഇല്ല നബിയെ. ഖദീജ ബീവി ഇതിനു വേണ്ടി ഒരുപാട് സദഖ ചെയ്ത വനിതയാ. അതുകൊണ്ട് ഈ മയ്യത്തിന്റെ ഈ തലയുണ്ടല്ലോ, ഈ മയ്യത്ത് ജീവജാലങ്ങൾ തിന്നാനുള്ളതല്ല, പാമ്പുകളെ തിന്നിപ്പറിക്കാനുള്ളതല്ല. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ നബിയെ, അങ്ങിന്റെ ഇതിനകത്ത് മെനവണിയാ പോണ്ട നബിയെ. കാരണം ഖദീജ ബീവി അത്രയും ദീനിന് വേണ്ടി കൊടുക്കുന്ന വനിതയാ. സഹോദരിമാരെ ചിന്തിച്ചു നോക്ക്, ആ മഹദി അവറുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ കിടക്കണ്ടേ. ഒരു ഉപ്പ മരിക്കാൻ കിടക്കാൻ, ഇവിടെ ഞാൻ ഒരു കഥ പറഞ്ഞു. ഒരു ഉപ്പ മരിക്കാൻ കിടക്കാൻ, അപ്പൊ മകനോട് വസിയത്ത് ചെയ്തു, എന്തെന്നറിയോ, നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ കാലില് ചെരുപ്പിട്ട് തന്നെ അത്ര ഷൂ ഇട്ട് കൊടുക്കണം. അങ്ങനെ വാപ്പ മരിച്ചു, മോനെ മതി ആ ഷൂസ്, അടിപൊളി ഷൂസൊക്കെ ആയിട്ട് വന്നു. എന്റെ കാലിലിടാൻ പോയപ്പോ ആളുകൾ സമ്മതിച്ചില്ല. അപ്പൊ പറഞ്ഞു, എന്റെ വാപ്പനോട് വസിയത്ത് ചെയ്താണ്, എനിക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് നാളെ ഞങ്ങൾ റബ്ബിന്റെ കോടതി സമാധാനം പറയും. ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നു. മയ്യത്ത് വീട്ടിൽ ഭയങ്കര ബഹളം. ഇത്തിരി കഴിഞ്ഞപ്പോ ഒരു അപരിചിതനായ മനുഷ്യൻ കടന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ വാപ്പനെ ഏൽപ്പിച്ചതാണ്, ഈ കത്തൊന്ന് വായിച്ചു നോക്കാൻ പറ്റും. പൊട്ടിച്ചു, വായിച്ചു നോക്കിയപ്പോ കണ്ടത്, നിന്നോട് ഞാൻ ഷൂസ് അണിയിക്കാൻ പറഞ്ഞു. ഇതാണ് മനുഷ്യന്റെ ജീവിതം. നാളെ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ ഒന്നും സമ്പാദിച്ചിട്ട് പോയാലും നാളെ ഖബറിലേക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ എത്ര നിർബന്ധിച്ച് പറഞ്ഞാലും ഈ ഷൂസ് നിനക്ക് എന്റെ കാലിലിട്ടാൻ സമയം നിനക്ക് അർഹതയില്ല, നീ ഇടുകയില്ല എന്ന് ആ വാപ്പ വേറെ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ ഇത് കൊടുത്തു. ഇതാണ് അത് നമുക്ക് നിന്ന് പാഠമാണത്. എല്ലാം സമ്പാദിക്കുമെന്ന് കൈമുറുക്കെ പിടിച്ചു വന്ന മനുഷ്യൻ എല്ലാം കഴിഞ്ഞു പോകുമ്പോ ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന കൈ തുറന്നു പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പോകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ, എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ വേണ്ടേ, എന്തെങ്കിലൊക്കെ ഒരു അനുസ്മരണം നമുക്ക് വേണ്ടേ, ഒരു അനുസ്മരണ പ്രഭാഷണം നമുക്ക് വേണ്ടി നടത്തണ്ടേ. എന്ത് ചെയ്യണോ അതിന്? ഇങ്ങനെയുള്ള കുറെ നന്മകൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ അഭിനയിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കും. അഭിനയിച്ച് നിനക്ക് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് നിനക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ കരച്ചിൽ വരുന്ന പോലെ നീ അഭിനയിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പറയാ, ഞാൻ പറഞ്ഞ അല്ലാഹു തരൂല, ഞാൻ പറഞ്ഞ അല്ലാഹു കേൾക്കൂല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വഴിയിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ നീ പറഞ്ഞ അല്ലാഹു കേൾക്കൂലേ? എന്താ കേൾക്കാത്തതെന്താ? ആരാ അല്ലാഹ്? യസ്മഉ ഹറഖാത്ത് നംലതി അല സഅലത്തി സമാഇ ലൈലത്തി അൽമാ. അന്ധകാല നികലമായ കുലാക്കുലിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലോ. ആരാ? റബ്ബാരാ.
വെള്ളക്കണ്ണിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന കട്ടറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലോ. എവിടെയാ നടന്നത്? എപ്പോഴാ നടന്നത്? പാതിരാത്രിയിൽ. എവിടെയാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിൽ. ആരാ നടന്നത്? കൂനനുറുമ്പ്. അതിന്റെ ശബ്ദം പോലും കേട്ടവൻ അള്ളയാണ്. മനസ്സിലിരുത്തണം ഇത്. തോണി. യഥാർത്ഥത്തിൽ ആ തോണിയിൽ ചെറിയൊരു തോണിയിൽ പരാവാരം പോലെ പറന്നു കിടക്കുന്ന കടലിന്റെ നടുവിൽ കിടക്കുമ്പോഴും പെങ്ങളെ പേടിക്കുന്നതെന്തിനാ? അല്ലാഹുവല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എണ്ണമറ്റ രീതിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചു വഹിക്കാൻ നമുക്ക് കഴിയണമുമ്മ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ പേരുണ്ട് സൂറത്ത് മറിയം. ആരാ മറിയമാരാ? ആരുമില്ലാത്ത മരുഭൂമിയുടെ നടുവിലേക്ക് ഗർഭിണിയായി ഏതൊരു പെണ്ണിനും അറിയാമല്ലോ പ്രസവത്തിന്റെ വേദന എത്രയാ. ശരീരത്തിന്റെ 140 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞ ഏത് വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന. പ്രസവത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ നിൽക്കുമ്പോ ഒരാള് പോലും സഹായിക്കാനില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ ഫജാഅൽ മഗാദു ഇലാ ജദ്ഇൻ നഖല ഖാലത യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വ കുന്തു നസിയ മനസിയാ. മരണത്തോട് സമാനമായ വേദന. ആ വേദന വന്നിട്ട് കിടക്കുമ്പോ ഒരാൾ പോലും സഹായിക്കാനില്ല ഉമ്മ. നെച്ചുമയിലെ പെങ്ങള് ഓ സമയത്ത് മറിയം ദുആ ചെയ്തു പോയ അല്ലാഹുവേ അല്ലാഹുവേ ഈ പ്രസവം നടക്കുന്നതിന് മുമ്പ് ഞാനെന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന വേദന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആരാ സഹായിച്ചതാരോ? നിന്നെപ്പോലൊരു പെണ്ണല്ലേ മറിയം? ആരാ മറിയമാരാ? പെങ്ങളെ നിന്നെപ്പോലൊരു കൗമാരക്കാരി. ഏതു കൗമാരമാ? ഏത് കൗമാരമാ? അല്ലാഹു പറയുകയാണ് മറിയമേ. മറിയം ദുആ ചെയ്തപ്പോ തന്റെ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാണ് മറിയമേ ഫനാദാ ലാ തഹ്സനി അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹതകി സരിയാ. ഓ മറിയമേ നിന്റെ കാൽച്ചുവട്ടിൽ നിനക്ക് കുടിക്കാൻ വെള്ളം തന്നിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കോങ്ങിരേറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ ദൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പറങ്ങളിൽ സുഖം തേടി അലയുന്ന ശാന സൗന്ദര്യം പദത്സര മത്സരത്തിന് സമ്മാനം മോഹിച്ച് കുമരേടിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടുത്തിട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ പുരോഹിത വാനം കേട്ടിട്ട് ഇസ്ലാമിന്റെ വേഷവിധാനത്തെ തള്ളിയെറിഞ്ഞ പെണ്ണ് ആരാ? മറിയമാരാ? മരുഭൂമിയുടെ നടുവിൽ കിടന്നിട്ട് അല്ലാഹുവേ എന്നെ സഹായിക്കാൻ ഒരാളുമില്ലെന്ന് കൽബ് പൊട്ടി പറയുമ്പോ മറിയമിന് വേണ്ടി മരുഭൂമിയിൽ ജലസ്വരത്തൊടുക്കിയെങ്കിൽ കൊച്ചുമയില പെങ്ങളെ നെച്ചുമയില പെങ്ങളെ നിനക്കെന്തേ കഴിയുന്നില്ല? അങ്ങനെ ഒരു കഴിയുന്ന സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലണം. അതിനെന്ത് ചെയ്യണം? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതു പ്രയാസം മാറണോ? മറിയം റളിയല്ലാഹു അൻഹ നല്ല വിളിച്ചു അല്ലാഹു എനിക്കാരുമില്ല. അപ്പം മരുഭൂമിയിൽ പുഴയുണ്ടായി. മറിയമ്മിന്റെ ജോലി എന്തായിരുന്നു? മറിയം ബിബിക്ക് കിട്ടിയത് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടല്ല, MLA ഫണ്ടിന്നുമല്ല. പിന്നെ മറിയം ബിബിയുടെ ജോലി എന്തായിരുന്നു? പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്തിട്ട്? ഈ 16 വയസ്സുണ്ടാകും മറിയമിന്, അല്ലെങ്കിൽ ഇതിൽ 14 എന്ന് എഴുതിക്കൊള്ളി. ഒരു 14 വയസ്സുള്ള പെണ്ണ് മരുഭൂമിയിൽ നിന്നിട്ട് അള്ളാന്ന് വിളിക്കുമ്പോ അള്ളാന്റെ സഹായം കിട്ടണമെങ്കിൽ ആ പെണ്ണ് ഒരു നിമിഷം കൊണ്ട് നേടിയതല്ല. അത് കിട്ടണമെങ്കിൽ മറിയം ഒരു ജോലി ചെയ്തിരുന്നു. എന്താ അത്? كلما دخل عليها زكريا محراب وجد عندها رزقا. അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുകയായിരുന്നു ബീബി മറിയം റളിയല്ലാഹു അൻഹ. എപ്പോഴും ദിക്ർ. അതുകൊണ്ട് ജീവിതത്തിൽ മാറാൻ കഴിയണോ? ദിക്റാണ് ജീവിതത്തിന്റെ പ്രയാസം മാറുക. സമയം കുറവാണ്, അടുത്ത രണ്ടും കൂടി പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത്
രണ്ടാമത്തെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ഖലൽ ജന്ന. ആരുടെയും ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ഏറ്റവും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലാ, അവൻ സ്വർഗ്ഗത്തിലാ, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ പ്രതിഫലമേതാ? അള്ളാഹനെ അറിഞ്ഞ് ജീവിച്ച രണ്ടാമത്തെ പ്രതിഫലം മരണ സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുക. ഈ ദുനിയാവിലെ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അതനുസരിച്ചിട്ടാ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണമെന്ന് പിടികൂടുമ്പോ സമയത്ത് നമ്മളെ കിടന്ന് പിടയുമ്പോ അള്ളാഹരോട് പറയണം, അല്ലാഹുവേ അവസാനത്തെ വാക്ക് മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ. പണ്ട് കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ കേട്ടതാ ഇത്. ഇതൊക്കെ പച്ചപ്പരിഷ്കാരത്തിന്റെ പേരും പറഞ്ഞു പടിയടച്ചു പിണ്ടം വെച്ചപ്പോ പൊന്നുമോനെ മരണത്തിന്റെ സക്കറാത്തിന്റെ വേദനയിൽ പിടയുകയാ. എന്റെ അടുക്കൽ നിന്ന് ഭാര്യ മക്കള് പൊട്ടിക്കരയുകയാ. മരുമക്കിടാങ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്നോ അന്ന് നീ മരിക്കുന്നേ. ഉപ്പ ഉപ്പ എന്ന് വിളിക്കുന്നുണ്ട്. നീ ആണെങ്കിലോ സക്കറാത്തിന്റെ വേദനയിലാ. 70,000 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരിക. ഇസ്രായേൽ നൃത്തമാണ് നടത്തുന്നത്. 70,000 മലക്കുകളുണ്ട് റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരു മലക്കല്ല. സമയത്ത് റൂഹ് പിടിക്കുമ്പോ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് എത്തി നിൽക്കുമ്പോ ഇതുവരെ പ്രസംഗിച്ച മുഹമ്മദ് ഷമ്മാസിന്റെ അണ്ണാക്കിൽ വെള്ളം പറ്റുകയോ 74 അക്ഷരം പെടാൻ പാടുപെടുകയോ. എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എന്റെ തൊണ്ടക്കുടിയില് വെള്ളം പറ്റിപ്പോയല്ലോ, എന്റെ നാവനങ്ങുന്നില്ലല്ലോ. പൊന്നുമക്കളെ, കരിയിൽ ചെറുപ്പക്കാരാ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളഞ്ഞാ കഴിയില്ല മോനെ. ജീവിച്ചിരിക്കുന്ന സമയത്ത് ദിക്റ് പറയുന്നു, അവനെ മരിക്കുന്ന സമയത്ത് ഇത് പറയാൻ കഴിയൂ. അല്ലാഹുവേ അല്ലാഹുവേ ആ സമയത്ത് നാവ് കളയാതെ ദിക്റ് പറയാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ചിന്തിക്ക, അവസാനം ഇവിടം പോയിട്ട് ഇത് പറയാൻ ഇവിടെ അടി നടക്കില്ല സഹോദരങ്ങളെ. അങ്ങനെ പറയാൻ തീരുമാനിച്ച ആളല്ല ഫിറഔൻ. അവസാനം മൂസാ നബി എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാതെ ചെങ്കടലിൽ മുങ്ങിക്കിടക്കുമ്പോ ആ ചെങ്കടലിലെ ഉപ്പുവെള്ളം മണ്ണാക്കിലേക്ക് കയറുമ്പോ സമയത്താണ് ഫിറഔൻ പറഞ്ഞത്, ആമനതു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനീ ഇസ്രായീൽ. അഹങ്കാരത്തോടെ ആര് പറഞ്ഞാൽ ഞങ്ങൾ നന്നാവില്ലെന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ ബുൾസികൾ ഭോഗമായി പോകുന്ന ആരാണ് ഞങ്ങൾ ഉപദേശിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പോകുന്നവന് അങ്ങനെ പറയാൻ ആഗ്രഹിച്ച ആളാണ് ഫിറഔൻ. അവസാനം മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയിട്ട് അത് പറയാൻ ഫിറഔന് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഈ അശ്രീതലയോട് വിട പറയണം, അതുകൊണ്ട് ഈ ആഭാസത്തോട് വിട പറയണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹുവേ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പ്രതിഫലം മരണസമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തേത് എന്താ? ദുനിയാവിലെ വരിയാത്രക്കാരാ ആരുടെ മണ്ണിലേക്ക് പോയി കിടക്കാനുള്ള ജീവിതത്തിൽ അവസാനത്തെ നമ്മുടെ ജീവിതം എവിടെയാ? ഖബറിന്റെ ആഴമ സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലമോ ഒന്നോർക്കേ. ഖബറിന്റെ ആഴമ സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലമോ ഒന്നോർക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അവസാനം എല്ലാവരും നിന്നെ മണ്ണിട്ടിട്ട് തിരിച്ചു പോയി അതോ നിന്റെ അടുക്കലേക്ക് ഭീകാകാരമായ 2 മലക്കുകൾ വരികയാ. എന്നിട്ട് നിന്നോട് പറയുന്നു, മൺറബ്ബുക വമൻ നബിയുക വമാ ദീനുക. നിന്റെ റബ്ബാരാന്ന് ചോദിക്കുമ്പോ സമയത്ത് അല്ലാഹു റബ്ബി, അല്ല എന്റെ റബ്ബാണെന്ന് ഉറക്കെ പറഞ്ഞിട്ട് മറുപടി
പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മലക്കുകൾ പറയും അത്രേ നമുക്ക് പുതുമളവാളൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കൊള്ളുക. ഈ ഹദീസ് കേൾക്കാത്ത ആരുമില്ല. ചോദ്യം കഴിഞ്ഞാൽ ആ സമയത്ത് മലക്കുകൾ പറയും പുതിയ ആപ്പിൾ ഉറങ്ങണ പോലെ ഉറങ്ങിക്കോളാൻ പറയും. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കൽബ് മനസ്സൊക്കെ ഇങ്ങോട്ട് തരും. ഞാൻ പറയുന്ന അപ്പുറത്തേക്ക് അവർ ചിന്തിക്കാൻ പാടില്ല. ഈ ഹദീസ് ചിന്തിക്കും. ദിക്റിന്റെ പ്രതിഫലം ഞാൻ പറയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ ഒരു പുതിയ ആപ്പിൾ ഉറങ്ങുന്നത് എവിടെയാ? യഥാർത്ഥത്തിലൊരു പുതിയ ആപ്പിള ഉറങ്ങുന്നത് എപ്പോഴാ? മണിയറയുടെ ആദ്യ രാത്രി നിന്റെ അടുക്കലേക്ക് വന്നത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ഭാര്യ ഭർത്താക്കന്മാരുമായി അവന്റെ ശരീരത്തിന്റെ ആഗ്രഹം മുഴുവനും തീർന്നതിന് ശേഷമാ മണവാളൻ ആദ്യ രാത്രി ഉറങ്ങുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, മരിച്ചാലും പട്ടുമത്ത കാലിയാവില്ല. മരിച്ചാലും പെണ്ണിനോടുള്ള ഭോഗം തീരില്ല. 6 മണ്ണിന്റെ ഉള്ളില് പള്ളിക്കാട്ടിലെ കബറിന്റെ ഉള്ളില് പെണ്ണുങ്ങളെ വന്ന് അവിടെ വന്ന് ശരീരം ബന്ധു നിർത്തിയിട്ടാ അവിടെ കിടന്നുറങ്ങുന്നതെങ്കിൽ ഇതാർക്ക് കിട്ടുന്ന പ്രതിഫലമാ? ആർക്ക് കിട്ടുന്ന പ്രതിഫലമാ? അള്ളാഹ്ക്ക് ദിക്ർ ചെയ്ത, പടച്ച റബ്ബിനെ സ്മരിച്ച, എല്ലാ ബാധ്യതകളോട് സർവമാന ബാധ്യതകളോട് വലിച്ചെറിഞ്ഞിട്ട് സമ്മതിച്ചിട്ട് ശപിക്കപ്പെട്ട നിസ്രിയത്വത്തിൽ നിന്ന് മാറി പടച്ച റബ്ബിന്റെ ദിക്ർ മുടങ്ങിയ ചെറുപ്പക്കാർ, പൊന്നുമോനെ, ഈ ദുനിയാവിലും മാതളത്തിളപ്പിന്റെ മുകളിലല്ല. എറണാകുളം മറൈൻ ഡ്രൈവിൽ കിസോഫർ എന്ന് പറഞ്ഞ പരസ്യ ചുംബനം നടന്നപ്പോ ആ സമയത്ത് തൊലിവെടുത്ത് അലക്കി കീപ്പോട്ട് തുണിയില്ലാത്ത പെണ്ണ് ചുംബനം വേണമെന്ന് ചോദിച്ചു പ്ലക്കാക്കും പിടിച്ചുകൊണ്ട് പരസ്യമായി കേരളത്തിന്റെ തിരുവോരത്തിൽ നടന്നപ്പോ യൂറോപ്പിന്റെ തുണിയില്ലാത്ത സംസ്കാരത്തെ കേരളത്തിന്റെ മണ്ണിലോട്ട് കൊണ്ടുവന്ന് വിവരമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന വിവരമില്ലാത്തവര് ചാനൽ ചർച്ചയിൽ അനുകൂലിക്കുമ്പോ പരസ്യമായി തൊലിവെടുത്ത പെണ്ണ് മുഴുവനും ചുംബനത്തിന് വേണ്ടി ആളുകളെ കൂട്ടുന്ന കച്ചവടക്കാരനെ പോലെ ഉമ്മ വെക്കാൻ ആളെ കൂട്ടുന്ന ആധുനിക ലോകത്തിന്റെ നടുവില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബോളിവുഡിന്റെ സിനിമാടാരികളല്ല, കാവ്യാമാധവനും ബീജാദാസ്മിനും ഒപ്പ്യാനായിരും ജ്യോതിർഗമയും ഒന്നുമല്ല. പെണ്ണെവിടെയാ? എല്ലാവരും മണ്ണിട്ട് നിന്റെ കൂട്ടുകാരും മുഴുവനും മണ്ണിട്ടിട്ട് തിരിച്ചു പോകുമ്പോ സ്വർഗത്തിന്റെ പെണ്ണില്ലേ? ആ പെണ്ണേതാന്നറിയോ? സ്വർഗത്തിന്റെ പെണ്ണേതാന്നറിയോ? ആ പെണ്ണ് പരപുരുഷന്മാരെ കണ്ടതല്ല. പക്ഷേ ചെറുപ്പക്കാരാ, അല്ലാഹു സ്വർഗത്തിന്റെ ഹൂർലിങ്ങളായ പെണ്ണിന്റെ അവൾ ആരെന്നറിയോ? ഒരു മനുഷ്യന് ഇതേവരെ തൊട്ടിട്ടില്ലാത്ത, ഒരു ചിന്നു പോലും തൊട്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത പെണ്ണിനെ കിട്ടുന്നത് എവിടെയാ? അത് പടച്ചിറപ്പിന്റെ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് മണ്ണിന്റെ ഉള്ളില് പള്ളിക്കാട്ടിലെ കബറിന്റെ ഉള്ളില് ഹൗർലി പെണ്ണുങ്ങളെ വിളിച്ചു വരുത്താൻ കഴിയുന്ന കർമ്മശേഷിയുള്ള ഓജസ്സുള്ള തജസ്സുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തഖിയാകണേ മോനെ, മുത്തഖിയാകണേ മോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശപിക്കപ്പെട്ട നിസ്സീയത്തിൽ നിന്ന് മാറി പടച്ചിറപ്പിന്റെ ദിക്ർ വണങ്ങി ജീവിച്ച നാളെ 6 മണ്ണിന്റെ ഉള്ളിലേക്ക് പള്ളിക്കാട്ടിലെ കബറിന്റെ ഉള്ളിലേക്ക് സ്വർഗത്തിന്റെ മെത്ത പിടിച്ചു തരികയാ. തെറ്റൊന്നുമില്ല, മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി, ഇരുളിലാൽ പെയിന്റ് ഇട്ടതാ. സ്വർഗത്തിന്റെ മെത്ത നിനക്കും മണ്ണടിയിൽ വിരിക്കണോ? എപ്പോഴും അല്ലാഹ്ക്ക് ദിക്ർ ചെയ്യ, അല്ലാഹനെ അറിഞ്ഞ് ജീവിക്ക. അല്ലാഹുവേ നീ മതി എന്നൊക്കരുത്. പെങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6 ആളുകൾ താമസിക്കുന്ന ചന്തയിലൂടെ കണ്ണ് മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ ഒരു സുന്ദരി പെണ്ണ് നടന്നു പോവുകയാ. അവളുടെ 2 കണ്ണല്ലാതെ മറ്റൊന്നും വെളിയിൽ കാണാൻ പറ്റില്ല. സുഭാഗനായ ചെറുപ്പക്കാരൻ പുറകെ കൂടിയിട്ട് ആ പെണ്ണോട് പറഞ്ഞു അത്ര പെണ്ണ്, ഓ പെണ്ണെ, ഓ പെണ്ണെ, കുങ്കുമപ്പൂ വിതറിത് പോലെയുള്ള നിന്റെ പരിവാമനത്തിന്റെ ചെഞ്ചായം കാണുമ്പോ നിന്റെ കിടപ്പറ പങ്കിടാ എനിക്ക് കൊതിയായി പെണ്ണ്. ആ ശരീരം മുഴുവനും മറച്ചുപോയ നൂറ്റാണ്ടിന്റെ സ്വാലിഹത്തായ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ,
സൂക്ഷിച്ച് ജീവിക്കള്, പടച്ചറപ്പിനെ പിൻപറ്റി ജീവിക്കള്. ചെറുപ്പക്കാരായ രണ്ട് കണ്ണല്ലാതെ മറ്റൊന്നും വെളിയിൽ കാണാതിരുന്നിട്ടും എന്റെ ശരീരം മുഴുവനും പറത കൊണ്ട് ഞാൻ മറച്ചിട്ടും എന്താ നിനക്ക് എന്നോട് തോന്നുന്നു ചോദിച്ചപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്ര പെണ്ണേ നിന്റെ രണ്ട് കണ്ണ് കാണുമ്പോൾ അറിയാ എന്റെ ഹൃദയത്തിൽ എത്ര മാതൃത്വമുണ്ടെന്ന്. മാൻപേളയുടെ മതങ്ങളുടെ മസ്നേഹതയെ വെല്ലുന്ന നിന്റെ കണ്ണ് കണ്ടാൽ അറിയാ നിന്റെ ഹൃദയത്തിൽ എത്ര മാതൃത്വമുണ്ടെന്ന്. ആ പെണ്ണ് മാത്രമത്തെ ചെറുപ്പ അല്ലാഹുവേ, ഈ ചെറുക്കനോട് രണ്ട് കണ്ണ് കണ്ടപ്പോ ഇവനോട് ഹറാമിന്റെ ചിന്ത തോന്നിയല്ലോ. സാലിഹത്തായ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ നീ എന്റെ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ എന്റെ ആഗ്രഹം സഫലീകരിച്ചു തരാമെന്ന് പറഞ്ഞവേ. വരാ പോകുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സമ്പൂർണ്ണ മുഹൂർത്തങ്ങൾ മനസ്സിൽ തലോടി ചെറുപ്പക്കാരെ കാത്തിരിക്കുമ്പോ കുറെ കഴിയുമ്പോൾ ഒരു കുടിലിന്റെ മുമ്പിലെത്തുകയാ. ആ സമയത്ത് ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാമെന്ന്. വരാ പോകുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചിന്തയോടെ ആ പെണ്ണിന്റെ പുറകെ നടന്ന ചെറുപ്പക്കാരന് അവസാനം കുറെ കഴിയുമ്പോൾ തരിവലയുടെ കിഴക്കം കേൾക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്ത് നോക്കുമ്പോ തലയിട്ട കൈകൾ നീണ്ടു വരുന്നുണ്ട്. ആ തലയിട്ട കൈകളിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രം മുഴുവൻ രക്തക്കെട്ടയാ, കുടിക്കാനുള്ള വെള്ളമാന്ന് കരുതി നോക്കുമ്പോ ആ പാത്രം മുഴുവനും രക്തമിങ്ങനെ തടന്നുള്ളി ആട്ടി നിൽക്കുകയാ. രക്തത്തിന്റെ പാത്രത്തിന്റെ നടുവിൽ രണ്ട് കണ്ണുകൾ തുറച്ചു നിൽക്കുന്നുണ്ട്. പേടിച്ച് പുറകോട്ട് മാറുമ്പോ സ്ത്രീയുടെ ശരീരത്തിൽ രണ്ട് മൂർച്ചകളിൽ കൂടെ കടാരയുമായി. ആ കടാരയുടെ അഗ്രഭാഗത്തോടെ രക്തക്കടകൾ താഴെ കുടുങ്ങി. ആ സമയത്ത് നോക്കുമ്പോ നേരത്തെ മാൻപേടയെ വെല്ലുന്ന കണ്ണിരുന്ന സ്ഥലത്ത് രണ്ട് കുഴികളാ. പേടിച്ച് വയന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ ശരീരം മുഴുവനും മറച്ചു നടന്നിട്ടും എന്റെ രണ്ട് കണ്ണ് കണ്ടപ്പോഴാണ് നിനക്ക് എന്നോട് ഹറാമിന്റെ ചിന്ത തോന്നിയെങ്കിൽ പടച്ചറപ്പിന് ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് എന്നെ കണ്ടുപോകുന്ന കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന പിച്ചാത്തി കൊണ്ട് പച്ചക്ക് കുത്തിയെടുത്തിട്ട് ആ കുത്തിയെടുത്ത കൈ കൊണ്ട് ചെറുപ്പക്കാരന്റെ കയ്യിലേറ്റി വെച്ച് കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നെ പോലൊരു പെണ്ണ് അവളുടെ രണ്ട് കണ്ണുകൾ ചോയ്തെടുത്ത് കൊടുത്തത് എന്തിനാ? നാളെ പടച്ചറപ്പിന്റെ ഖബറിലേക്ക് പോവേണ്ടതല്ലേ. അതുകൊണ്ട് സഹോദരിമാരെ, ചെറുപ്പക്കാരാ വേണ്ട, പാതിരാത്രി എന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചൂടും അനുഭവിക്കുന്ന രാത്രികൾ നമുക്ക് വേണ്ട. ഖബറിൽ കിടക്കുമ്പോ ഹൗർലീങ്ങളായ പെണ്ണുങ്ങളെ സാന്നിധ്യത്തിൽ കിടക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കണം. അല്ലാഹുവേ, ഇനി നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാ ഖബറിന്റെ ഉള്ളിൽ ഹൂർ പെണ്ണുങ്ങൾ വരും. 3 4 അവസാനിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നാലാമത്തെ പ്രതിഫലമേതാ? നാലാമത്തെ പ്രതിഫലം മറ്റൊന്നുമല്ല. നാലാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണ്. നാളെ സ്വർഗത്തിലാ ഒരാളൊരു സത്യവിശ്വാസി ഒരു ദിക്ർ ചെല്ലുമ്പോ അതിനു പകരം സ്വർഗത്തിൽ ഒരു മരം നട്ടുപിടിപ്പിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ